ശിഷ്യനെ പിടിച്ചാൽ ഗുരുവിനെ പിടിക്കണ്ടേ? ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു പത്മകുമാർ? പിണറായി വിജയൻ്റെയും പിണറായി ഗ്രൂപ്പിൻ്റെയും പത്തനംതിട്ട ജില്ലയുടെ ജിഹ്വ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. വീണ ജോർജ് വരുന്നത് വരെ വലിയ ആളായിരുന്നു പത്മകുമാർ. അതുകൊണ്ടല്ലേ 25 വയസ്സിൽ ഡിവൈഎഫ്ഐയുടെ നേതാവ്, അത് കഴിഞ്ഞ് MLA, പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പിന്നെ വളരെ വലിയ നേതാവായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, വലിയ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെ വന്ന പത്മകുമാർ ഒരു കേസ് കൂടെ ചെയ്തിരിക്കുകയാണ്. രണ്ടാമതൊരു കേസ് കൂടെ വന്നിട്ടുണ്ട്. ആ കേസ് എന്ന് പറയുന്നത് ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ ഒരു കേസ് കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഗ്രഹത്തിൻ്റെയും കേസ് കൂടെ കയറി വന്നതുകൊണ്ട്, മറ്റേതിൻ്റെ നേരത്തെ ഒരു വിഗ്രഹമല്ല, നേരത്തെ സ്വർണ്ണപ്പാളിയുടെയും കൂടെ കേസ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ജാമ്യം കിട്ടാതെ കേസുകൾ ഒന്നൊന്നായി കുരുങ്ങി വരികയാണ്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിലുള്ള ടീം ഹൈക്കോടതിയിൽ ഇന്നലെ 3-ാം തീയതി ഒരു റിപ്പോർട്ട് കൊടുത്തായിരുന്നു. അത് സീൽ ചെയ്ത കവറിലാണ് കൊടുത്തത്. അതുകൊണ്ട് കോടതിക്ക് മാത്രമേ അത് അറിയാൻ പറ്റുന്നുള്ളൂ, വേറെ ആർക്കും അറിയാൻ കഴിയുന്നില്ല. അത് ഓപ്പൺ കോടതിയിലല്ല വാദം കേട്ടത്, ക്ലോസ് ഡോർ അകത്താണ് നടന്നത്. അവസാനം പിന്നെ ഓപ്പൺ കോർട്ടിലാണ് വിധി പറഞ്ഞത്. വിധിയല്ല, ഉത്തരവ് വന്നത്. ഉത്തരവ് പറഞ്ഞത് 6 ആഴ്ച കൂടി സമയം കൊടുത്തിരിക്കുകയാണ്. 4 ആഴ്ച എന്നാണ് ഇന്നലെയൊക്കെ ചാനലിൽ വന്നത്. പക്ഷേ അത് 6 ആഴ്ച കൊടുത്തിട്ടുണ്ടെന്ന് ഇന്ന് സ്ഥിരീകരിച്ച വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ 6 ആഴ്ച കൂടി സമയമുണ്ട്. ഇതിനിടയിൽ പിന്നെ 14-ാം തീയതി കഴിയുമ്പോൾ, അതായത് ഡിസംബർ 14 കഴിയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയും, അതിന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ 15-ന് ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാനുള്ളത്. 1 കടകംപള്ളി സുരേന്ദ്രൻ, 2 നമ്മുടെ ജയറാം തന്ത്രി, പിന്നെ പ്രശാന്ത്. ഈ 4 പേര് ക്യൂവിൽ നിൽക്കുകയാണ്. ഇതിലാരെയൊക്കെ അറസ്റ്റ് ചെയ്യും. അടുത്തതാണ് ED ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വേണം, FIR കോപ്പിയൊക്കെ വേണമെന്ന് പറഞ്ഞ് പോലീസിന് കത്ത് കൊടുത്തപ്പോൾ, പിന്നെ SITക്കും ക്രൈംബ്രാഞ്ചിനും ഒക്കെ വിജിലൻസിനും കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ED ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇവിടെ ഈ കേസ് ഇപ്പോൾ തൽക്കാലം കേൾക്കുന്നില്ല, നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ED മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ED നേരെ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് പോകുമോ? അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് പോയാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമോ? അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമോ? ഇനി ഇതിനകത്തൊരു ഭീഷണിയുള്ളത്, ഇയാൾ തലതിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഈ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാം കേരളീയരെല്ലാം ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട് എന്ന് പത്മകുമാർ പറയുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, പത്മകുമാർ അങ്ങനെ പറയും പോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എന്നെ മാത്രം കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാൻ എല്ലാവരെയും കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ ആരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്? അതിൽ CPMൻ്റെ നേതാക്കളുണ്ടോ, പ്രാദേശിക നേതാക്കളുണ്ടോ, ജില്ലാ നേതാക്കളുണ്ടോ, സംസ്ഥാന നേതാക്കളുണ്ടോ? അതുപോലെ AK സെൻറ്ററിലേക്ക് ഇനി അന്വേഷണം പോകുമോ? ക്ലിഫ് ഹൗസിലേക്ക് പോകുമോ? മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുമോ? വാസവൻ്റെ ഓഫീസിലേക്ക് പോകുമോ? പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകുമോ? ഇങ്ങനെ പിന്നെ നമ്മുടെ വീട്, അവിടെ പത്മകുമാറിൻ്റെ വീട്ടിൽ ആറന്മുളയിൽ ഇത് പോയല്ലോ, ആ വീട്ടിൽ ഇനിയും പോകുമോ? കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുമോ? എവിടെയാണ് ഇനി പോവുക എന്ന് നമുക്കറിയില്ല. എന്തായാലും വണ്ടി ഇപ്പോൾ റഡാർ കറങ്ങുന്നത് ക്ലിഫ് ഹൗസിൻ്റെ ചുറ്റുമാണ്. EDയുടെ റഡാർ അങ്ങനെ കറക്കുന്നതിൽ BJPക്ക് വല്ല പങ്കുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ടെലഗ്രാം.